മാർച്ച് മാസത്തിൽ ഇതേ പ്രസ് ക്ലബ്ബിൽ വെച്ചിട്ട് പൊന്നാനിയിലെ ചെറുവായിക്കര എന്ന് പറഞ്ഞൊരു ചെറിയ ഗ്രാമത്തിലെ ഒരു ശിവക്ഷേത്രമുണ്ട്. ചെറുവായിക്കര ശിവക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുള്ള ആ ശിവക്ഷേത്രത്തിലെ ചെയർമാൻ എന്ന് അവകാശപ്പെട്ടുകൊണ്ട്, സത്യത്തിൽ അദ്ദേഹം പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് അദ്ദേഹം ചെയർമാനല്ല, അദ്ദേഹം ഉൾപ്പെടുന്ന ട്രസ്റ്റി ബോർഡിനെ മലബാർ ദേവസ്വം ബോർഡ് മരവിപ്പിച്ചിരുന്നു. അതിൻ്റെ ഓർഡർ അദ്ദേഹം ഇങ്ങനെ ഇവിടെ കാണിക്കണ കണ്ടു. അതിൽ എത്ര ആൾക്കാരത് വായിച്ച് എന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ വായിച്ചിരുന്നു. അതുകൂടാണ്ട് അത് കൃത്യമായിട്ട് വായിച്ചത് ഞങ്ങളുടെ പേരിൽ പൊന്നാനി സ്റ്റേഷനിൽ ഈ ചെയർമാനൊരു കേസ് കൊടുത്തു. അവിടെ പോയപ്പോൾ സ്റ്റേഷൻ SHO അത് കൃത്യമായി വായിച്ചിട്ടാണ് നടപടിയൊക്കെ എടുത്തിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇപ്പോൾ എക്സിക്യൂട്ടീവ് ഓഫീസറല്ലേ ക്ഷേത്രം ഭരിക്കുന്നത്? അതെ. എക്സിക്യൂട്ടീവ് ഓഫീസറോട് ചോദിച്ചിട്ടാണോ താങ്കൾ പത്രസമ്മേളനം നടത്തിയത് ചോദിച്ചു. അല്ല എന്ന് പറഞ്ഞു. 6 മാസം മുന്നേ ചെറുവായിക്കര ശിവക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഭരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന രാജേഷ്, ഉണ്ണിക്കുട്ടൻ തുടങ്ങിയ ആളുകളുടെ ബോഡി കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ദേവസ്വം ബോർഡ് മരവിപ്പിച്ചിരുന്നു. ഇദ്ദേഹം ഇങ്ങനൊരു പത്രസമ്മേളനം നടത്താനുണ്ടായ കാരണം എന്തെന്ന് കരുതിയാൽ, ഇദ്ദേഹത്തിൻ്റെ സമയം ഏപ്രിൽ അവസാനിക്കുകയാണ്. അതിൻ്റെ മുന്നേ ഇദ്ദേഹത്തിന് കുറച്ച് സ്വകാര്യ താല്പര്യങ്ങളുണ്ടായിരുന്നു. അമ്പലത്തിൽ 2000 ഓർമ്മ ശരിയാണെങ്കിൽ 2010 മുതലാണ് ആദ്യമായിട്ട് ഈ ട്രസ്റ്റി ബോർഡ് നിലവിൽ വരുന്നത്. ആ കാലത്തൊരു പുന്നേക്കാട്ട് ദാമോദരൻ നായർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രായമായിട്ടുള്ള ആളാണ് അതിൻ്റെ ചെയർമാനായി വന്ന് കാര്യങ്ങൾ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടുപോയി. അവിടെ പുനരുദ്ധാരണം നടന്നു. പുനരുദ്ധാരണ സമയത്ത് പ്രസിഡൻ്റായി വന്ന ആളാണ് ഇദ്ദേഹം, ജയരാജൻ കിഴക്കേക്കളം എന്നാണ് പേര്. ആ സമയത്ത് സെക്രട്ടറി വർക്ക് ചെയ്ത ആളാണ് ഞാൻ. ഓരോ ഉത്സവങ്ങൾ നടക്കുന്ന സമയത്തും നാട്ടുകാരുടെ ഒരു ഉത്സവ കമ്മിറ്റി ഉണ്ടാവും. ഇപ്പോഴും അത് ഉത്സവം കഴിഞ്ഞാൽ പിരിച്ചുവിട്ടാലും നിലവിൽ വീണ്ടും ഇതുവരെ ഞങ്ങൾ തന്നെ ആയിരുന്നു. കഴിഞ്ഞ സമയത്തും പ്രസിഡന്റ് അദ്ദേഹമായിരുന്നു, ഞാനായിരുന്നു ജനറൽ സെക്രട്ടറി. എല്ലാ കണക്കുകളും കാര്യങ്ങളും അവതരിപ്പിക്കും. നാട്ടുകാരുടെ തികഞ്ഞ സഹകരണത്തോടു കൂട്ടാണ് നടത്തി പോന്നിരുന്നത്. പുനരുദ്ധാരണം നടത്തിയത് ഏതാണ്ട് ഒരു 10-35 ലക്ഷം രൂപ ചിലവിലാണ്. 1 രൂപയുടെ പോലും ഒരു ക്രമക്കേടോ കാര്യങ്ങളുണ്ടായിട്ടില്ല. മലബാർ ദേവസ്വം ബോർഡിൻ്റെ തികഞ്ഞ സഹകരണത്തോടാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഹരിദാസ് കോച്ചത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ചെയർമാനായിട്ട് വന്നത്. ആ ക്ഷേത്രത്തിലെ ഗുരുസ്വാമിയും കൂടിയാണ്. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് നടത്തി. അതിനുശേഷം ഒരാൾ ചെയർമാനായിട്ട് വരണം, അദ്ദേഹത്തിന് കുറച്ച് വീട്ടിലെ തിരക്കുകാരും ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് പുതിയ ഒരാൾ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതാണ് സുധാകരൻ എന്ന് പറഞ്ഞ ആൾ. അദ്ദേഹത്തിന് ഞങ്ങളെല്ലാവരും കൂടി ജനറൽ ബോഡി എന്നാണ് അദ്ദേഹത്തിന് തീരുമാനിച്ചത്. അവരുടെ കൂടെ ഈ രാജേഷ്, ഉണ്ണിക്കുട്ടൻ, പിന്നെ ഒരു ദിലീപ്, അദ്ദേഹം ഗൾഫിൽ പോയി. 4 ആളാണ് ട്രസ്റ്റി ബോർഡിലെ അംഗങ്ങളായി വന്ന് ചെയർമാനായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സുപ്രഭാതത്തിൽ ഇദ്ദേഹത്തിന് എന്തൊക്കെ ചില പ്രത്യേക താല്പര്യങ്ങൾ, ആ ഓഫീസിലിരിക്കുന്ന കുട്ടിയോട് എന്തോ എതിർപ്പ്. അപ്പോൾ എന്താണെന്ന് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ആ കുട്ടി അമ്പലത്തിൽ നോട്ടീസ് ബോർഡ് അല്ലെങ്കിൽ വഴിപാട് വിവരപ്പട്ടിക ഉണ്ടാവും, അതിൽ പെടാത്ത ചില വഴിപാടുകളും കാര്യങ്ങളും തിരുമേനിയും ചെയർമാനും തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് നടക്കുന്നതായി പറയണ്ടായി. അത് ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങളതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഒരു വിശ്വാസ ചൂഷണം പോലെയാണ് അത് അനുഭവപ്പെട്ടത്. ഭക്തജനങ്ങളെ പറ്റിക്കുന്ന തരത്തിൽ വെറും വരുമാനം ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാക്കി മാറ്റാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ തുറന്ന് പറഞ്ഞു. അപ്പോൾ അത് ആ കുട്ടി മുഖാന്തരം മറിഞ്ഞ ഒരു വൈരാഗ്യം ഈ കുട്ടിയോട്, ആ കുട്ടിയോട് നിന്ന് മാറ്റണം എന്ന് ഈ തിരുമേനിയും ചെയർമാനും കൂടിയുള്ള ഒരു ധാരണയുടെ പുറത്താണ് എണ്ണ വഴിപാടിൽ അഴിമതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളുടെ സംഗതി കുത്തിപ്പൊക്കി വന്നത്. അത് ദേവസ്വം ബോർഡ് അദ്ദേഹം പരാതി കൊടുത്തിട്ട് നേടിയെടുത്ത ഓർഡറാണത്. ഇതിൽ ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് വായിക്കാം. അന്ന് അദ്ദേഹം ഇതിങ്ങനെ പൊന്തിച്ച് പിടിക്കുന്നുണ്ട്, പക്ഷെ ഇത് ആരും വായിച്ചോ എന്ന് ഞങ്ങൾക്കറിയില്ല. ഇത് എൻ്റെ കോപ്പിയാണിത്, ഇത് വായിക്കാം. ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ, അവിടുത്തെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടത്തുന്നതിൻ്റെ പേരിൽ ചെയർമാനെയും കൂട്ടരെയുമാണ് പിരിച്ചുവിട്ടത്. ഇപ്പോഴും ആ കുട്ടി അവിടെ തുടരുന്നുണ്ട്. എക്സിക്യൂട്ടീവ് ഓഫീസറുടെ മേൽനോട്ടത്തിൽ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കണം, ഒരു പ്രശ്നമില്ല. ഒരു വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് ഒരു പെൺകുട്ടിനെ ഇല്ലാ കഥകൾ പറഞ്ഞ് അതും കളവ് ആരോപിച്ചിട്ട് കുറേ കാര്യങ്ങളോടെ പറഞ്ഞ് ദേവസ്വം ബോർഡിൽ കേസ് കൊടുത്തു വന്നവിടെയപ്പോൾ ഒരു പത്രസമ്മേളനം വിളിച്ചു. എന്നിട്ട് പോലീസ് കേസ് കൊടുത്തു. ഞങ്ങൾ എൻ്റെ പേരൊക്കെ എടുത്ത് പറഞ്ഞു, ഷാജി കളരിക്കൽ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞു. അതിന് പോലും സ്റ്റേഷനിലുണ്ടായ സംഭവത്തെ നിങ്ങൾക്ക് അന്വേഷിച്ചറിയാൻ പറ്റും. കേസെടുത്തിട്ടില്ല. CI നേരിട്ട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ലക്ഷ്യം, ഉദ്ദേശം എന്നൊക്കെ ചോദിച്ചു. ഒരു പരസ്പര വിരുദ്ധമായിട്ടാണ് അദ്ദേഹം അന്ന് സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ ആർക്കോ ഈ കുട്ടിനെ അവിടെ നിന്ന് മാറ്റിയിട്ട് ജോലി ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കൊടുക്കാൻ വേണ്ടി എന്തൊക്കെ നാടകം ഏപ്രിൽ 3 അദ്ദേഹത്തിൻ്റെ കാലാവധി അവസാനിക്കുന്നതിന് മുന്നേ നടത്താൻ വേണ്ടിയിട്ട് ഉള്ളൊരു വ്യഗ്രതയാണ് അദ്ദേഹം കാട്ടിക്കൂട്ടിയത്.
ഞങ്ങളിതിന് മറുപടി ഒന്നും പറയണ്ട എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു. പക്ഷേ അമ്പലത്തിലേക്ക് ഉത്സവം നടത്താനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് സഹകരിക്കുന്ന കുറേ ആളുകൾ ഗൾഫിലും പുറത്തൊക്കെ ഉണ്ട്. ഇപ്പോഴും ഈ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ ലിങ്ക് കണ്ടിട്ട് ഞങ്ങളെ വിളിക്കുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങളിതിന് മറുപടി പറയുക, അല്ലെങ്കിൽ ഞങ്ങൾ പിന്നെ അത് വിശ്വസിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞങ്ങളിപ്പോൾ ഇങ്ങനെ വിളിച്ചത്. അദ്ദേഹത്തിന് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ മറുപടി പോലും അറിയിക്കില്ല. അയാളെ എന്തോ ഒരു അമ്പലവുമായിട്ടുള്ള നടത്തിപ്പിൻ്റെ പരിചയക്കുറവോ അല്ലെങ്കിൽ ചെയർമാനുള്ള സ്ഥാനം കിട്ടിയപ്പോൾ അതെന്തോ ഭയങ്കര സംഭവമാണ് എന്നുള്ള ധാരണയുടെ പുറത്തുണ്ടാക്കിയൊരു കോലാഹലങ്ങളാണ്. ഇദ്ദേഹമായിരുന്നു, പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ആയിരുന്ന അംഗം ഒന്നായിരിക്കുന്ന രാജേഷാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ടീവ്സ് വിളിച്ച് അദ്ദേഹത്തെയാണ് ഈ ക്ഷേത്രത്തിന്റെ നടത്തിപ്പും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ രാജേഷ് സംസാരിക്കും. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. ചേർന്നതിൻ്റെ പേരിൽ ആ കുട്ടിയെ അവിടെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു എന്നൊക്കെ. ഇത് കേരളം ആരാണ് ഭരിക്കുന്നതെന്നും ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ എന്താണെന്നും മലബാർ ദേവസ്വം ബോർഡിൻ്റെ സംവിധാനങ്ങൾ എന്താണെന്നും ഒക്കെ എല്ലാവർക്കും അറിയാം. CITU യൂണിയനിൽ ഒരു സ്റ്റാഫ് ചെന്ന് ചേർന്നതുകൊണ്ട് അവരെ പിരിച്ചുവിടാൻ സാധിക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ നിലനിൽക്കുന്നതെന്ന് നിങ്ങളൊരാളും വിശ്വസിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ആ കുട്ടിക്ക് മറ്റൊരു ജോലിയുണ്ട്. ഇവിടെ ദേവസ്വം ബോർഡിൻ്റെ മാനുവൽ അനുസരിച്ചിട്ട് ഏതാണ്ട് 6 മണിക്കൂർ മിനിമം ക്ഷേത്രത്തിൽ ചിലവഴിക്കണം. ആ കുട്ടി ഒരു നേഴ്സായിട്ട് ജോലി ചെയ്യുന്നതാണ്. ആ കുട്ടിയുടെ അച്ഛമ്മ തൊട്ട് അവിടെ അടിച്ചുവാരി വന്നിരുന്നതാണ്. അപ്പോൾ എങ്കിലും അതുകൊണ്ട് ആ കുട്ടിക്ക് ഞങ്ങളൊരു ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തു. അവരോട് ചോദിച്ചു, ഇങ്ങനെ ഒരു ഫസ്റ്റ് പോസ്റ്റിംഗ് ഒരു പെർമനൻറ്റ് പോസ്റ്റിംഗ് വരുന്നുണ്ട്, എന്താ മിനിയെ ഞങ്ങൾ സജസ്റ്റ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. ആ കുട്ടി ആക്സെപ്റ്റ് ചെയ്തു. ആ കുട്ടി രാവിലെ വന്ന് ഒരു അരമണിക്കൂറിനുള്ളിൽ അദ്ദേഹം അടിച്ചു വാരിയിട്ട് പോകും. തുടർന്ന് നമ്മളപ്പോൾ ഈ കുറഞ്ഞൊരു ശമ്പളം, നമ്മളെ കൊണ്ട് കഴിയുന്ന ശമ്പളം അല്ലേ കൊടുക്കുന്നുള്ളൂ. പെർമനൻ്റ് ഒക്കെ ആയപ്പോൾ നമ്മൾ പറഞ്ഞു ഇന്ന സ്ഥലങ്ങളും കൂടെ അടിക്കണം, അകത്തും അടിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ഈ യൂണിയനിലൊക്കെ പോയി ചേർന്നിരുന്നു. അവരുടെ ഈ പറയുന്ന രീതികൾക്കൊക്കെ കുറച്ചൊരു യൂണിയൻ സ്വഭാവമൊക്കെ വന്നു തുടങ്ങി. അവർ പറഞ്ഞു അത് എൻ്റെ ഡ്യൂട്ടിയല്ല, അത് കഴകക്കാർ ചെയ്യേണ്ടതാണ്, ഇന്ന തരത്തിലാണ് എന്നൊക്കെ അവർ പറയാനൊക്കെ തുടങ്ങി. ഈ ചെയർമാനെ CITUവിൻ്റെ ജില്ലാ സെക്രട്ടറിയോ മറ്റോ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ചെയർമാൻഷിപ്പ് രാജിവെക്കാൻ പോവുകയാണ്, എനിക്ക് സാധിക്കില്ല ഇത്, കാരണം എന്നെ CITUവിൻ്റെ ഇന്ന ആൾ വിളിച്ച് ഭീഷണിപ്പെടുത്തി, അതുകൊണ്ട് രാജു ഞാൻ ഇത് രാജിവെക്കാൻ പോവുകയാണ്, എനിക്ക് ഇത്തരം കാര്യങ്ങളൊന്നും കൈകാര്യം ചെയ്ത് പരിചയമില്ല എന്നൊക്കെ പറഞ്ഞ് ആ പെൺകുട്ടി ഒരു പരാതിയും ഇവിടെ കൊടുത്തിരുന്നിരുന്നു അസിസ്റ്റൻറ്റ് കമ്മീഷണർക്ക്. കാരണം ഓണവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള അലവൻസ് എല്ലാ സ്റ്റാഫിനും ഈക്വലായിട്ട് വീതിച്ചു കൊടുക്കുകയാണ് ചെയ്തത്, 5500 രൂപ വെച്ചിട്ട്. ആ കുട്ടിക്ക് യഥാർത്ഥത്തിൽ 7500 രൂപ വന്നിരുന്നിരുന്നു. നമ്മൾ അവിടുത്തെ എല്ലാ സ്റ്റാഫിനും ഒരു 5500 രൂപ വെച്ച് കൊടുത്തു. ഇത് ആ കുട്ടി ഒബ്ജക്റ്റ് ചെയ്തു, എനിക്ക് 7500 കിട്ടാനുണ്ടായിരുന്നിരുന്നല്ലോ, അത് എൻ്റെ അടുത്ത് യൂണിയൻ ഇത്ര രൂപ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അവിടെ നമ്മൾ അസിസ്റ്റൻറ്റ് കമ്മീഷണറുടെ അടുത്ത് കാര്യങ്ങൾ ബോധിപ്പിച്ചു. കാര്യങ്ങൾ ചെന്ന സമയത്ത് അസിസ്റ്റൻറ്റ് കമ്മീഷണർ പറഞ്ഞു, തീർച്ചയായിട്ടും അവിടെ ദേവസ്വം മാനുവൽ പ്രകാരം മിനിമം 6 മണിക്കൂറെങ്കിലും അവിടെ ജോലി ചെയ്യേണ്ടതുണ്ട്, അതിലൊരു വിട്ടുവീഴ്ച ആർക്കും ചെയ്യാനാവില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അവർ ഉന്നയിച്ച് ഞങ്ങളോടൊരു ഷോക്കോസ് നോട്ടീസ് കൊടുക്കണം എന്ന് പറഞ്ഞു. അവരുടെ അടുത്ത് കൃത്യമായിട്ട് ജോലിക്ക് ഹാജരാവണമെന്നും മറ്റും. അങ്ങനെ ഈ ചെയർമാൻ ഒപ്പിട്ട് അവർക്ക് ഷോക്കോസ് നോട്ടീസ് കൊടുക്കുകയും അതിന് അവർ തൃപ്തികരമായ വിശദീകരണം ഒന്നും നൽകാതിരിക്കുകയും അവർ യൂണിയനെ സമീപിച്ച സമയത്ത് ഡ്യൂട്ടി സമയത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരുവിധ ഇളവും വാങ്ങിച്ചു തരാനാവില്ല എന്ന് യൂണിയൻ അവരുടെ അടുത്ത് പറഞ്ഞത് പ്രകാരമാണ് അവർ ജോലിയിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് റിലീവ് ആകുന്നത്. അവർ റെസിഗ്നേഷൻ ലെറ്റർ ഒന്നും നൽകിയിട്ടില്ല. അതിന് അസിസ്റ്റൻറ്റ് കമ്മീഷണർ പറഞ്ഞു, നിങ്ങൾ മിനിറ്റ്സിൽ ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് അവരെ പിരിച്ചുവിട്ടതായിട്ട് നിങ്ങൾ അതിൽ രേഖപ്പെടുത്തുക എന്ന് അസിസ്റ്റൻറ്റ് കമ്മീഷണർ നിർദ്ദേശിച്ച പ്രകാരം നമ്മൾ മിനിറ്റ്സിൽ അത് ദേവസ്വം ട്രസ്റ്റി ബോർഡ് കൂടിയിട്ട് അത് രേഖപ്പെടുത്തിയ മിനിറ്റ്സ് ബുക്ക് ഉണ്ട് ഇവിടെ. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം, എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിങ് സെന്റർ. അവിടെ പുതിയൊരു പൂജാരി വന്നിട്ടുണ്ടായിരുന്നു. ആ പൂജാരി അവിടെ നമ്മളുടെ ബോർഡിൽ എഴുതിയിട്ടുള്ള മറ്റ് വഴിപാടുകളല്ലാതെ മറ്റ് പലതും അവിടെ ചീട്ടാക്കാതെ, അതായത് വഴിപാട് ദ്രവ്യങ്ങൾ ഓഫീസിൽ നിന്ന് കൊടുക്കണം, ഇവരെടുത്ത് കൊടുക്കുമ്പോഴാണ് അത് എന്തിനുള്ള. അപ്പോൾ ഇവരിങ്ങനെ പതുക്കെ ചെയ്യാൻ തുടങ്ങി ഈ സ്റ്റാഫ്. അപ്പോൾ അവിടെ മറ്റ് പലതും പല പൂജകളും മറ്റ് പല കാര്യങ്ങളും അവിടെ നടക്കുന്നു. അപ്പോൾ അത് റെസീപ്റ്റ് ആക്കിയിട്ടില്ലല്ലോ. ഇവർ ഞങ്ങളോട് പറയും, രാജേഷ് ഏട്ടാ ഇന്നലെ ഇന്ന രീതിയിൽ കാര്യങ്ങൾ അവിടെ 2-3 വഴിപാടുകൾ ഉണ്ടായി, പക്ഷേ റെസീപ്റ്റ് ആക്കിയിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചെയർമാനോട് ചോദിക്കൂ, ഒന്ന് അന്വേഷിക്കൂ. അങ്ങനെ ചെയർമാനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് ഞാൻ അറിയും, പറഞ്ഞിട്ടുണ്ട്, അത് അവർ ഗൾഫിൽ നിന്ന് വിളിച്ച് പറഞ്ഞതൊക്കെയാണ്, അത് വഴിപാട് കഴിഞ്ഞിട്ട് വന്നിട്ട് അവർ റെസീപ്റ്റ് ആക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ
ഒരു ചെറിയൊരു തരത്തിൽ ഒരു വഴിപാട് ക്യാൻവാസിങ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ തൊഴാൻ വരുന്ന ഭക്തരെ അവരോട് അവരുടെ വിഷമങ്ങൾ എന്താണെന്ന് ചോദിച്ചിട്ട് അതിന് ഇന്ന പരിഹാരങ്ങളുണ്ടെന്ന് അങ്ങോട്ട് നിർദ്ദേശിച്ചുകൊണ്ട് ചെലവ് വരുന്ന പൂജകളും അവരുടെ വീട്ടിൽ പോയിട്ട് പൂജ ചെയ്യുന്ന ഒരു രീതിയും ഞങ്ങളുടെ അവിടുത്തെ ഈ പുതുതായി വന്നിട്ടുള്ള പൂജാരി അവലംബിച്ചു വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഇതെന്ന് പറയുന്നത് അദ്ദേഹത്തിന് ആളുകൾക്ക് വിശ്വാസമുണ്ടാകുന്ന ഒരു ക്ഷേത്രം അദ്ദേഹത്തിന് ബേസായിട്ട് ഉണ്ടാവണം. ഉണ്ടെങ്കിൽ അവിടെ ഈ വിശ്വാസികൾ വരുന്ന സമയത്ത് പ്രാർത്ഥിച്ച് നിൽക്കുന്ന സമയത്ത് എന്താ നിങ്ങളുടെ വിഷമം, ഏതാ വിഷമം എന്ന് ചോദിച്ചിട്ട് ഒരു കാര്യം ചെയ്യൂ, നാളെ ഇന്ന കാര്യം ചെയ്തിട്ട് വരൂ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ചരട് ജപിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് അവിടെ സാധാരണഗതിയിൽ ചെയ്യാത്ത മുട്ടറുത്തിട്ട് നാളികേരം ഉടച്ചിട്ട് ലക്ഷണം പറഞ്ഞ് അതിൻ്റെ പരിഹാരം നിർദ്ദേശിക്കുക, എന്നിട്ട് വലിയ ചിലവുള്ള പൂജകൾ പറയുക. അപ്പോൾ ഇത് ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് പലതും വന്നപ്പോൾ ഇത് വലിയ രീതിയിൽ ഞങ്ങൾ വേറെ പലരും ഉണ്ടല്ലോ, അപ്പോൾ പറഞ്ഞു ഇതൊന്നും യോജിക്കാൻ പറ്റില്ല കേട്ടോ, കാരണം നമ്മൾക്ക് ക്ഷേത്രത്തിലെ ആ പറഞ്ഞ സാത്വികമായിട്ടുള്ള കാര്യങ്ങളായിട്ടേ നമുക്ക് ഇത് ഈ ക്ഷേത്രത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇത് വേറൊരു തരത്തിലുള്ള രണ്ടാം കിട മധ്യമത്തിലുള്ളൊരു ക്ഷേത്രമായിട്ട് മാറും, ഇത് ശിവക്ഷേത്രമാണ് എന്നൊക്കെയുള്ള രീതിയിൽ ഞങ്ങൾ ചർച്ച ചെയ്തു. അപ്പോൾ ഇത് തിരുമേനിയോട് സൂചിപ്പിക്കണം എന്നുള്ളതിൽ അദ്ദേഹത്തിനെ ഞങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യരുത്. കാരണം സ്വാഭാവികമായിട്ടും അമ്പലത്തിൽ വരുന്നവരൊക്കെ എന്തെങ്കിലും ദുരിതങ്ങളോ ബുദ്ധിമുട്ടോ ഒക്കെ ഉള്ളവരായിട്ടാവാം. സ്വാഭാവികമായിട്ടും അവിടുത്തെ ഒരു മുഖ്യ പൂജാരി തന്നെ കാർമ്മികൻ തന്നെ അവരുടെ പ്രശ്നത്തിന് ഇന്ന രീതിയിൽ ചില വഴിപാടുകൾ പറയുന്ന സമയത്ത് അവർ കടം വാങ്ങിച്ചായാലും മറ്റേതെങ്കിലും തരത്തിലായാലും ആ കാര്യം നിർവഹിക്കുകയാണ്.